നമസ്കാരം, ഞാൻ ഡോക്ടർ ചൈതന്യ മോഹൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രാശയ അണുബാധയെ പറ്റിയാണ്. സാധാരണ എല്ലാ പേരും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കണ്ടീഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ ഒത്തിരി പേരാണ്. എത്ര വെള്ളം കുടിച്ചിട്ടും മാറുന്നില്ല, ആൻറ്റിബയോട്ടിക്സ് സ്ഥിരമായി എടുക്കേണ്ടി വരുന്നു, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് നോക്കാം. സ്ത്രീകളിൽ കൂടുതലായും മൂത്രാശയ അണുബാധ കണ്ടുവരാറുണ്ട്. പൊതുവേ നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല. 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലും 45 വയസ്സിന് ശേഷം പുരുഷന്മാരിലും യൂറിനറി ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നുണ്ട്. നമ്പർ ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ നോക്കുകയാണെങ്കിൽ 2 പേർക്കും സെയിം തന്നെയാണ് വരുന്നത്. പുരുഷന്മാരിൽ കൂടുതലും വരുന്നത് ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടൊക്കെയാണ്. അടുത്ത് നമുക്ക് ഇതിൽ 1-2 ഫാക്ടേഴ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി യുറേത്ര, മൂത്രനാളി എന്ന് പറയും. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്നും കളക്ട് ചെയ്ത് യുറേത്രയിലൂടെയാണ് പുറത്തേക്ക് കളയുന്നത്. യുറേത്രയുടെ ലെങ്ത് പുരുഷന്മാരിലും സ്ത്രീകളിലും വ്യത്യസ്തമാണ്. പുരുഷന്മാരിൽ യുറേത്രയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫെക്ഷൻ്റെ സാധ്യത കുറച്ച് കുറവായിരിക്കും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യുറേത്രയുടെ ലെങ്ത് കുറവാണ്. അത് മാത്രവുമല്ല, നമ്മുടെ കുടലിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ സഹായിക്കുന്ന ബാക്ടീരിയകൾ. മോഷൻ പാസ് ചെയ്യുന്നതിലൂടെ കുറച്ച് പരിധിവരെ ബാക്ടീരിയാസ് പുറത്ത് വരാറുണ്ട്. ഈ ബാക്ടീരിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മലദ്വാരത്തിൽ നിന്നും മൂത്രാശയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആകാൻ ഒരു സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനമായും സ്ത്രീകളിൽ വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രധാന കാരണം. അടുത്തതായി വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് വെച്ചാൽ സാധാരണ എല്ലാ വീഡിയോസിലും പല ഡോക്ടേഴ്സും പറയാറുണ്ട്, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോഴും പലരും പറഞ്ഞു തരാറുണ്ട് 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ സാധാരണ ഒരു 1/2 ലിറ്റർ വെള്ളം ഒരു സമയത്ത് കുടിക്കുക അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓരോ മണിക്കൂർ ഇടവിട്ട് 1 ഗ്ലാസോ 2 ഗ്ലാസോ വെള്ളം ആ ഒരു കണക്കിന് കുടിക്കുന്നതായിരിക്കും എപ്പോഴും ശരീരത്തിന് നല്ലത്. അടുത്തത് പ്രോപ്പർ ടൈമിലുള്ള യൂറിനേഷൻ. ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പൊതുവേ യൂറിനേഷൻ, ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു മടി കാരണം വീട്ടിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് നമുക്ക് മൂത്രാശയ അണുബാധ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമാണ്. അത് മാത്രവുമല്ല, നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് സ്കിൻ ആൻഡ് മ്യൂക്കോസയാണ്. മൂത്രാശയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലഷിംഗ് ഔട്ട് ഫിനോമിനൻ ഉണ്ട്. അതായത് കൃത്യമായ ഇടവേളകളിൽ യൂറിൻ പാസ് ചെയ്യുക എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഓട എന്തെങ്കിലും അഴുക്ക് കൊണ്ട് നിറഞ്ഞ് അതൊരു ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം നാച്ചുറലി നമ്മൾ കാണിക്കുന്ന ഒരു ടെൻഡൻസി എന്തായിരിക്കും? ഒരു ഹോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ശക്തിയായിട്ട് അതിലോട്ട് ഒഴിക്കും. അപ്പോൾ ആ ഒരു അടവ് മാറി അതിനൊരു ഫ്ലോ ഉണ്ടാവും. അതേ സെയിം വേ ആണ് നമ്മുടെ യൂറിനേഷനിലും വരുന്നത്. നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ്റെ ഒരു ഫ്ലോ കാരണം അവിടെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, അതായത് ഇത്ര സമയത്തിന് ഇടവിട്ടുള്ള യൂറിനേഷൻ ഒരു പരിധി വരെ യൂറിനറി ഇൻഫെക്ഷൻ തടയാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആയുർവേദത്തിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രാശയ അണുബാധയ്ക്ക് എന്തൊക്കെ പ്രതിവിധികളുണ്ട്, ഒറ്റമൂലികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും എഫക്റ്റീവായിട്ടുള്ളതുമായ ചില ഒറ്റമൂലികൾ പറഞ്ഞു തരാം. ഞെരിഞ്ഞിൽ അല്ലെങ്കിൽ ബാർലിയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ ബാർലി ഇട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് പണ്ട് മുതലേ കൈമാറി വരുന്ന ഒരു ചികിത്സാ രീതിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് കല്ലൂർ വഞ്ചിയും ഞെരിഞ്ഞിലും സമമായി എടുത്തിട്ട് കഷായം വെച്ച് കുടിക്കുന്നത് മൂത്രാശയ അണുബാധ തടയാൻ സഹായിക്കുന്നു. അടുത്തതായി കറുകപ്പുല്ല്. ഒരു പിടി കറുകപ്പുല്ല് എടുത്ത് ചതച്ച് 1 ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് കുടിക്കുന്നതും മൂത്രാശയ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. അല്ല എങ്കിൽ കറുകപ്പുല്ല് ചമ്മന്തിയായിട്ടൊക്കെ അരച്ച് കഴിക്കുന്നതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. അടുത്തതായി കുമ്പളങ്ങ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത്, കുമ്പളങ്ങ ജ്യൂസായിട്ടൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി ശതാവരി. ഒരു 100 ഗ്രാം ശതാവരി എടുത്ത് അതിൻ്റെ നീരും പാലും കൂടെ മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് മൂത്രാശയ അണുബാധയ്ക്ക് നല്ലതായിരിക്കും. ബാർലി തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നതും മൂത്രാശയ അണുബാധ തടയാൻ നല്ലതാണ്. തീർച്ചയായും ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്